വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ വീട് ആക്രമിക്കുന്നു ചേട്ടാ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും പേടിക്കണ്ട, പുന്നൂസേറ്റു. മോനോത്ത് വയ്ക്കോ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റവും. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ, ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. മോന്റെ കാര്യം ഞാൻ പിടിച്ചോളാം, മോൻ ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പുന്നൂസേട്ടൻ മതിയെന്ന്. മുതലാളി മൂരാച്ചി, നിങ്ങളുടെ വാക്കും കീറച്ചാക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ MD ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ലേ ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചെന്നാൽ പോരെ? ആയി ഇയാള് വെയിറ്റ് ചെയ്യായിരുന്നു തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. ഓ, ഞാൻ പറയുന്നത് കേൾക്കൂ. മുമ്പത്തെ MD മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളി കേട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. മിസ്റ്റർ, ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്ക് എന്താ കാര്യം? ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്ക്, എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറ്. ആ നീറ്റില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരുമല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. എന്നാ പ്രശ്നങ്ങൾ പരിഹരിച്ചത് സാക്ഷി പറയേണ്ടി വരും. വീടാക്രമിച്ച് കൊന്നുള്ള കുറ്റവും നമ്മുടെ തലയിൽ വരും. അവന്മാർ തല്ലിച്ചോട്ടെ, ഓടിക്കോ. റെഡി? റെഡി. 1 2 3. മുത്തച്ഛൻ വരണോ? ഞങ്ങളുടെ മുത്തച്ഛൻ വരണോ? അങ്കിൾ, ആന്റി, ഞങ്ങളുടെ ഗ്രാൻഡ്പാ വരണോ? ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തെ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും മുത്തച്ഛൻ വരുന്നെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കെ അങ്കിൾ. ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. വി ഹാവ് അവർ ഗ്രാൻഡ്പാ, അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ. ഇയാളിപ്പോ എന്തിനാ എങ്ങനെ എഴുതുന്നേ? യുദ്ധത്തിൽ എന്തുകൊണ്ടുകൾ മരിച്ചില്ല? ദാറ്റ്സ് എ ഗുഡ് ലക്ക് അങ്കിൾ. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എനിക്ക് ഇത്തിരി പെണ്ണുണ്ട്. നിനക്കോടി? എനിക്ക് പിന്നെ ദണ്ണമില്ലാണ്ടിരിക്കൂ. എനിക്ക് വിശ്വാസമില്ല. എന്റെ ഭാര്യക്ക് സങ്കടമില്ലാന്നോ? അതല്ലടോ കോന്ത, എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു. ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും.
യെസ് ഐ ആം യുവർ ഗ്രാൻഡ്പാ മേജർ A.K. മേനോൻ. ചേർത്തിക്ക് തെറ്റിയതാവാനേ വഴിയുള്ളൂ. ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരഞ്ഞുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ? വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്ത മനുഷ്യൻ കറുത്തു പോവില്ലേ? ആഹാ, പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല. എന്റെ ചേർത്തി, ആ അടിയോടി അനന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈ മുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. യമലോകപ്പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചന് എന്തായിരുന്നു അസുഖം? ഏതാ പ്രാച്ചൻ? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ, അമ്മച്ചി നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി നടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും, മാളിയൊക്കെ യോസപ്പും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ പൈലി. പൈലി. ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു. മഹാവികൃതിയായിരുന്നു. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഛോ, ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഉവ്വ്, ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായിപ്പോയി. മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല, ഒരു സുഹൃത്തായിരുന്നു. വളർച്ചയുടെ ആദ്യഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ്. അതെ, പ്രധാനമാണ്. വരും, നോക്കാതിരിക്കാം. വരട്ടെ. താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? മിസ്റ്റർ കുര്യച്ചൻ, നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ. എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത്? ഞങ്ങൾക്കൊരു സംശയമില്ല മുത്തച്ഛ. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം. ബർമയിലെ തടവറകളില് ഞാൻ കുറെ അധികം സഹിച്ച. പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുര്യച്ചൻ മനസ്സിലാക്കണം. ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക. എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം. എന്താണ് അറിയേണ്ടത്? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഞാൻ ആർമിയിലായിരുന്നു, ജമ്മുവിൽ, കേണൽ മൽഹോത്ര റെജിമെന്റിൽ. പരമവീരേക്കരം നേടിയ മൽഹോത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. 62-ലെ വാറിന് ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു. വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ. വെടിയുണ്ടയേറ്റിട്ടല്ല, തണുപ്പ് കൊണ്ടാണ് അവിടെ ആളുകൾ മരിക്കുക. ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു. ശത്രുക്കൾക്ക് ബർമയുമായ എന്തോ രഹസ്യധാരണകൾ ഉണ്ടായിരുന്നു. അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്ന് ആക്രമിച്ചു. എത്ര പേർ മരിച്ചു എന്നറിയില്ല. ബൻഷിറാമും ഗുരുബച്ചൻ സിംഗും. ബോധം വീണപ്പോ ഞാൻ ജയിലിലായിരുന്നു.
ദിവസങ്ങൾ എത്രയായെന്നോ മാസങ്ങൾ എത്രയായെന്നോ ഒരു കണക്കുമില്ല. കിടക്കുന്നത് ബർമയിലാണെന്ന് അറിഞ്ഞത് പോലും 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുര്യച്ചനെ കാണിച്ചുതരാം. അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ കൂടെ കൊണ്ടുപോയതാണിത്. ഇത് ആരുടെ ഫോട്ടോയാ മുത്തച്ഛ? നോക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ, 1 മിനിറ്റ്. മൈ ഗുഡ്നസ്, അത് തന്നെ. ഓ, ഇതിന്റെ ബാക്കി കഷ്ണം ഇപ്പോഴും ഇതിനകത്തുണ്ടോ? ഇതാരാണെന്ന് അറിയാവോ മിസ്റ്റർ കുര്യച്ചൻ? എന്റെ മകൻ, ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാനിത് ചേർത്ത് വെച്ചു. ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ്. എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന പ്രതീക്ഷയോടെയാണ്. പക്ഷേ ദൈവം എന്നോട് കനിവ് കാണിച്ചില്ല.